Here the question, design a muff coupling to transmit a power of 35 kilowatt from a shaft running at 120 rpm. Assume suitable material. This is our question. So design a muff coupling. That is our question. So coupling means what? Coupling means it is used to connect the driving shaft to the driven shaft. Coupling is a device which is used for connecting the driving shaft to the driven shaft. That is coupling. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡിസൈൻ എ മഫ് കപ്ലിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മഫ് കപ്ലിംഗ് എന്ന് പറയുമ്പോൾ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 252 253 ഇങ്ങനെ ഒരു ഫിഗർ കാണാൻ പറ്റും. ഇവിടെ ഇതാണ് ഇതിൻ്റെ മഫ് കപ്ലിംഗ്. ദിസ് ഈസ് മഫ് കപ്ലിംഗ്. ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്, ഈ കാണുന്ന ഫിഗർ. അപ്പോൾ പവർ ഇസ് ഗിവൺ, സ്പീഡ് ഇസ് ഗിവൺ. So based on this power and the speed, first we have to find out the diameter of the shaft. അപ്പോൾ മഫ് കപ്ലിംഗ് പറയുമ്പോൾ ഇവിടെ രണ്ട് ഷാഫ്റ്റ് ഇൻലൈൻ ആയിട്ട് വെക്കുക. ദർ വിൽ ഹാവ് ടു ഷാഫ്റ്റ്, രണ്ട് ഷാഫ്റ്റ് ഇൻലൈൻ ആയിട്ട് വെക്കുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒരു കോൺസെൻട്രിക് സിലിണ്ടർ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നെ സ്ലിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കീ ലോക്ക് ചെയ്യും. ഫസ്റ്റ് പാർട്ട് ഷാഫ്റ്റ്, സെക്കൻഡ് പാർട്ട് മഫ് അല്ലെങ്കിൽ സ്ലീവ് എന്ന് പറയും, മൂന്നാമത്തെ പാർട്ടാണ് കീ. ഈ മൂന്ന് പാർട്ട് നമ്മൾ ഡിസൈൻ ചെയ്യണം. ഇവിടെ ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ കണ്ടില്ല, ഇവിടെ ഇതാണ്. ഇവിടെ ദർ വിൽ ഹാവ് ടു ഷാഫ്റ്റ്. ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്. അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ഷാഫ്റ്റ് ആകുന്ന സമയത്ത് രണ്ട് കീ ഉണ്ടാവും. ഈ ഷാഫ്റ്റിന് ഈ ഹബിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ഷാഫ്റ്റ് റിലേറ്റീവ് മോഷൻ ഉണ്ടാവും. കീ അവിടെ ഇല്ലെങ്കിൽ ഷാഫ്റ്റ് അവിടെ തിരിയുമ്പോൾ അത് പ്രോപ്പറായിട്ട് പവറൊന്നും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിലേറ്റീവ് മോഷൻ സീറോ റെസിസ്റ്റ് ചെയ്യണം ഇൻ ബിറ്റ്വീൻ സ്ലീവ് ആൻഡ് ഷാഫ്റ്റ്. സോ ഇൻ ഓർഡർ ടു എലിമിനേറ്റ് ദി സ്ലിപ്പ് അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു എലിമിനേറ്റ് ദിസ് റിലേറ്റീവ് മോഷൻ വി ആർ പ്രൊവൈഡിങ് വൺ കീ ഫോർ ഈച്ച് ഷാഫ്റ്റ്. സോ ദർ വിൽ ഹാവ് ടു കീസ്. അപ്പോൾ കീ ഷാഫ്റ്റിനും അതേമാതിരി സ്ലീവിനും ഇടയിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടും എന്ത് ചെയ്യും, ജാമാവും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരുമിച്ചാണ് തിരിയുക, ഷാഫ്റ്റും സ്ലീവും എല്ലാം ഒരുമിച്ച് തിരിയും. So there will not have any relative motion between shaft and sleeve. So relative motion ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കീ വെക്കുന്നത്. Next, so here we are going to design this muff coupling. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ ഏതാണെന്നൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊന്നും പറയാത്ത സ്ഥിതിക്ക് ഷാഫ്റ്റ് ആൻഡ് കീ ജസ്റ്റ് മൈൽഡ് സ്റ്റീലിനെ കൊണ്ട് ഉണ്ടാക്കിയത് നിങ്ങളെ കൊണ്ട് അസ്യൂം ചെയ്യാം. അതേമാതിരി ജനറലായിട്ട് മഫ് ഉണ്ടല്ലോ, സ്ലീവ്, അത് നമ്മൾ എപ്പോഴും കാസ്റ്റ് ചെയ്യേണ്ട കൊണ്ടാണ് ഉണ്ടാക്കുക. സ്റ്റീൽ ഉപയോഗിക്കും, പക്ഷേ അത് റെയറായിട്ട് ഉപയോഗിക്കും. കാരണം സ്റ്റീൽ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കാസ്റ്റ് ആണ് മഫിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഷാഫ്റ്റും കീയും ഓൾവേസ് മെയ്ഡപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ. അപ്പോൾ ഷാഫ്റ്റിൻ്റെ കേസിൽ നമുക്ക് അതേമാതിരി ഷാഫ്റ്റും അതേമാതിരി കീയും ഈ രണ്ട് കേസിലും നമ്മൾ സ്റ്റീലാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. അപ്പോൾ സ്റ്റീൽ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെൻഡിങ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും എത്രയാണ് വരുന്നതിനുള്ള വാല്യൂസ് നമ്മൾ നോട്ട് ചെയ്യണം. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു റെഫർ ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 57. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 57 ടേബിൾ 3.5b നോക്കുക. 57 ടേബിൾ 3.5b ഇതെവിടെ കാണാൻ പറ്റും. ഇതാണ് ടേബിൾ 3.5b എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇത് മൈൽഡ് സ്റ്റീലാണ്, കണ്ടില്ലേ. അപ്പോൾ മൈൽഡ് സ്റ്റീലാകുന്ന സമയത്ത് എന്ന് സംഭവിക്കും, അവിടെ സിമ്പിൾ ബെൻഡിങ് എന്ന് പറയുമ്പോൾ 83 Nm/mm, സിമ്പിൾ ടോർഷൻ 41 Nm/mm വരും. അപ്പോൾ അതാണ് നമ്മൾ എടുക്കുന്നത്. കമേഴ്ഷ്യൽ സ്റ്റീൽ ഷാഫ്റ്റിംഗ് വിത്ത് അലവൻസ് കാണുന്നില്ലേ. സോ ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ സിഗ്മ ബി സി ഈക്വൽ ടു 83 Nm/mm, അതേമാതിരി സിമ്പിൾ ടോർഷൻ ടോ ഈക്വൽ ടു 41 Nm/mm വന്നു സ്റ്റീലിൻ്റെ കേസിൽ. എന്നാൽ കാസ്റ്റ് അയണിൻ്റെ കേസിലുള്ള ടോ എന്ന് പറയുന്നത് 14 Nm/mm ആണ് വരിക. അത് ബൈ ഹാർട്ട് പഠിക്കുക. അത് ഡാറ്റാ ബുക്കിൽ കാണാൻ പറ്റില്ല. അതിന് ഇത് രണ്ടും നമുക്ക് ഡാറ്റാ ബുക്കിൽ നിന്ന് കിട്ടും, ഇത് ഡാറ്റാ ബുക്കിൽ നിന്ന് കിട്ടില്ല. പിന്നെ പവർ ഈസ് ഓൾറെഡി ഗിവൺ ആണ്. ബേസ്ഡ് ഓൺ ദിസ് പവർ യു ഹാവ് ടു കാൽക്കുലേറ്റ് ടോർക്ക്. P equal to 2 pi nt by 60. So from this torque is equal to P into 60 divided by 2 pi n, 2786.62 Newton meter. So from this 2787 into 10⁻³ Newton millimeter വരും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, ടോർക്ക് കിട്ടി. പക്ഷെ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഡയമീറ്റർ കണ്ടുപിടിക്കേണ്ടത്. ഡയമീറ്റർ
അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഷാഫ്റ്റ് തിരിയുമ്പോൾ ഷാഫ്റ്റിൻ്റെ മേലെ ഒറ്റ ലോഡ്, അതായത് ഷിയർ ലോഡ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഷാഫ്റ്റിൻ്റെ മേലെ ഒറ്റ ലോഡാകുമ്പോൾ അലോവബിൾ ഷിയർ നമുക്കറിയാം. ഇപ്പോൾ കീനെ പറ്റി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് രണ്ട് സ്ട്രെസ് ഉണ്ടാവും. ഒന്ന് ഓർമ്മിക്കുക, കീ ഉണ്ടല്ലോ, കീ വിച്ച് ഈസ് അണ്ടർഗോയിങ് 2 types of stresses, ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ് ആൻഡ് ക്രഷിംഗ് സ്ട്രെസ്. അപ്പോൾ നമുക്ക് സിഗ്മ ബി = 83, ടോ = 41 എന്ന് മനസ്സിലായി. കാസ്റ്റേൺ പിന്നെ 40 Nm/mm² ആണെന്ന് മനസ്സിലായി. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ മഫ് കപ്ലിംഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണ് കോമ്പോണൻറ്റ്, അതിൻ്റെ അകത്തുള്ളത്, ഏതൊക്കെയാണ് മെറ്റീരിയൽസ്, അതിനെപ്പറ്റി ആദ്യം നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ഇവിടെയുള്ള കോമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഷാഫ്റ്റും കീയും സ്ലീവുമാണ്. അതേമാതിരി മെറ്റീരിയൽസ് മൈൽഡ് സ്റ്റീലും അതേമാതിരി കാസ്റ്റേണുമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഷാഫ്റ്റ് തിരിയുമ്പോൾ അവിടെ ടോർഷൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ അവിടെ ഷിയർ വരുന്നു. മഫ് തിരിയുമ്പോഴും ടോർഷൻ മാത്രമേ വരുന്നുള്ളൂ, അപ്പോഴും അവിടെ ഷിയർ വരുന്നത്. അപ്പോൾ കീ തിരിയുന്നത് കൊണ്ട് ടോർഷൻ ഉണ്ട്. സിമിലർലി ആ ടോർഷൻ എഫക്റ്റ് കാരണം ഒരു ബെൻഡിങ് സ്ട്രെസ്സും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് കീൻ്റെ കേസിൽ ക്രഷിങ്ങും ഷിയറും രണ്ടും വേണമെന്ന് പറയുന്നത്. അപ്പോൾ കീ എന്ന് പറയുമ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ക്രഷിങ്ങും ഷിയറും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡിസൈൻ ചെയ്യണം. ഷാഫ്റ്റ് ആകുന്ന സമയത്ത് ഷിയർ മാത്രം മതി, മഫിനും ഷിയർ മതി. അപ്പോൾ ഇവിടെ ഈ 3 കോമ്പോണൻറ്റും ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ 3നും എന്തുണ്ട്, ഷിയർ എഫക്റ്റ് ഉണ്ട്. എന്നാൽ കീക്ക് മാത്രം ഷിയറിൻ്റെ കൂടെ ക്രഷിങ് എഫക്റ്റ്, അതായത് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ എഫക്റ്റ് കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കീൻ്റെ ഷിയർ എഫക്റ്റ് വേറെ തന്നെ നോക്കണം. അതേമാതിരി കീൻ്റെ ക്രഷിങ് എഫക്റ്റ് രണ്ടും നമ്മൾ വേറെ തന്നെ നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് കണ്ടുപിടിക്കലാണ്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ്. ടോ = 16 × 20 / πd³. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 50 നോക്കിയാൽ ആ ഇക്വേഷൻസ് കാണാൻ പറ്റും. സോ അസ്യൂം ദ മെറ്റീരിയൽ ഈസ് മൈൽഡ് സ്റ്റീൽ ഫോർ ഷാഫ്റ്റ് ആൻഡ് കീ. സിൻസ് ദ മെറ്റീരിയൽ ഈസ് നോട്ട് ഗിവൺ, സോ റെഫർ ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 57 ടേബിൾ 3.5b. യു വിൽ ഗെറ്റ് ദിസ് വാല്യൂസ്. ഈ കാണുന്ന വാല്യൂ ബൈഹത്ത് പഠിക്കുക. പവർ ഉപയോഗിച്ച് ടോർക്ക് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഷിയറിൻ്റെ വാല്യൂ ഇറ്റ് ഈസ് ഗിവൺ 42 ആണ്. 41 or 42 ഒന്നും കേൾക്കട്ടെ, കുഴപ്പമില്ല. ഇവിടെ നിന്ന് 41 ആയിക്കോ. സോ ഫ്രം ദിസ് വാല്യൂ യു വിൽ ഗെറ്റ് ദി വാല്യൂ 69 point something കിട്ടും. അതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുക. റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് d = 70 mm കിട്ടും. സോ ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് d വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി അതർ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഇതുണ്ട്, ഇവിടെ നിങ്ങൾ നോക്കുക. കണ്ടില്ലേ, 42 = ഏറ്റവും ടോപ്പിൽ ഇവിടെ 42 = ഗ്ലെയർ അടിക്കുന്നുണ്ട്, അതുകൊണ്ട് ക്ലിയർ അല്ലാത്ത 16 × 27 2787 10⁻³ ഡിവൈഡ് ബൈ πd³. ഇത് താഴെ നിങ്ങൾ പഴയ പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി നമുക്ക്, ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് t വി ക്യാൻ കാൽക്കുലേറ്റ് ദി അതർ ക്വാണ്ടിറ്റീസ് OTHER, other quantities related to muff coupling. For that refer data book page number 252. അപ്പോൾ ഇതെല്ലാം സ്പെസിഫിക്കേഷനാണ്. ഈ ഡയമീറ്റർ കിട്ടിയാൽ ഈ മഫ് കപ്ലിങ്ങിൽ വരുന്ന മറ്റെല്ലാ സ്പെസിഫിക്കേഷൻസും നമുക്ക് കാണാൻ പറ്റും. അതൊരു ഇക്വേഷൻസ് ആണ്. അതിന് ലെങ്ത് ഓഫ് ദി മഫ് കപ്ലിംഗ് L, അതിന് പിന്നെ അതേപോലെ ലെങ്ത് ഓഫ് ദി കീ. ഇപ്പോൾ മഫ് കപ്ലിംഗ് എന്ന് പറയുമ്പോൾ പേജ് നമ്പർ 252 ഇതെവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇതാണ് എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ L. ക്യാപിറ്റൽ ലെറ്റർ L എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി കപ്ലിംഗ് ആണ്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ ആ ലെങ്ത് L. സോ L = 2.5d + 50 mm. അതിവിടെ കാണാൻ പറ്റും ഇക്വേഷൻസ്, ഇവിടെ തന്നെ ഉണ്ട്. 2.5d + 50 mm അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും, ഈ ലെങ്ത് ഓഫ് ദി കപ്ലിംഗ് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ 2 ഷാഫ്റ്റ് ആയതുകൊണ്ട് അവിടെ 2 കീ ഉണ്ടാവും മഫ് കപ്ലിങ്ങിൻ്റെ കേസിൽ. സോ ലെങ്ത് 225 mm. സോ ലെങ്ത് ഓഫ് ദി കീസ് = 112.5 എന്ന് എടുക്കാം. അതിന് നമുക്ക് 112.5 112 എടുത്താലും മതി, കാരണം 2 സൈഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കീൻ്റെ അറ്റം ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ ഒരു കീ ഉണ്ടാവും, അതേമാതിരി ഇവിടെ ഒരു ഈ ഡോട്ടഡ് ലൈൻ ഉണ്ടാവും വേറൊരു കീ. അപ്പോൾ ഈ 2 കീയും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ വരുന്നതാണ് ക്യാപിറ്റൽ ലെറ്റർ L. ഇപ്പോൾ നിങ്ങൾ 112.5 എന്നുള്ളത് 113 എടുത്താൽ കീൻ്റെ ലെങ്ത് കൂടിപ്പോവും, അങ്ങനെ പാടില്ല. സോ അതുകൊണ്ട് 112.5 അല്ലെങ്കിൽ 112.5 കുറവ് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ലെങ്ത് ഓഫ് ദി കീ. പിന്നെ ഹബ് ഡയമീറ്റർ D1 ഇതിവിടെ കാണാൻ പറ്റും. ഇതാണ് ഹബ് ഡയമീറ്റർ D1 എന്ന് പറഞ്ഞിട്ട്. ആ D1 = എന്താ ഇക്വേഷൻ, ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 252 കാണാൻ പറ്റും. 2 times D എന്ന് പറഞ്ഞ ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ്.
അപ്പോൾ അങ്ങനെ നമുക്ക് ഹബ്ബ് ഡയമീറ്റർ കിട്ടി. പിന്നെ കപ്ലിംഗ് ടൈപ്പ് ഇവിടെ മഫ് കപ്ലിംഗ് ആണ്, അത് നമുക്കറിയാം. പിന്നെ മെറ്റീരിയൽ ഓഫ് ദ ഷാഫ്റ്റ് ആൻഡ് കീ ബോത്ത് ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ, അതും മനസ്സിലായി. പിന്നെ മെറ്റീരിയൽ ഓഫ് ദ കപ്ലിംഗ് കാസ്റ്റ് അയൺ ആണ്. ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് 70 mm, ഇത്രയും നമുക്ക് മനസ്സിലായി. അതിന് നമ്മൾ ചെയ്യുന്നത് ഹബ്ബ് ഡയമീറ്റർ ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദി കപ്ലിംഗ്, അതിലൊക്കെ ലെങ്ത് ഓഫ് ദി കപ്ലിംഗ് ഈസ് ഈക്വൽ ടു L ആണ്. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദി കീ ഈസ് ഈക്വൽ ടു സ്മോൾ ട്രെൽ ഈക്വൽ ടു ക്യാപിറ്റൽ ട്രെൽ ബൈ 2, അതൊക്കെ നമ്മൾ അവിടെ കണ്ടുപിടിച്ചു മുന്നേ. വിഡ്ത്ത് ഓഫ് ദി കീ ഈസ് ഈക്വൽ ടു B ഈസ് ഈക്വൽ ടു D/4 ആണ്. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 61 നോക്കി കാണാൻ പറ്റും. വിഡ്ത്ത് ഓഫ് ദി കീ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റ് ഇവിടെ കീ വെച്ചിട്ട് ഇതിന് മേലെ ഹബ്ബ് ഉണ്ടാവും, സ്ലീവ്. അപ്പോൾ അതിനെ ഈ ഷാഫ്റ്റിന് അതിലേക്ക് ജാമാക്കി നിർത്തുക കഴിഞ്ഞ് ഈ കീൻ്റെ സഹായത്തോടെ. അപ്പോൾ കീൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് B-യും ഈ H എന്ന് പറയുന്നത് ഡെപ്തും ആണ്. അപ്പോൾ ഈ H/2 കീൻ്റെ അകത്തും ഈ ഷാഫ്റ്റിൻ്റെ അകത്തും H/2 ഈ ഷാഫ്റ്റിന് വെളിയിലുമായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി കീ ഈസ് ഈക്വൽ ടു D/6 എന്നാണ് നമ്മൾ എടുക്കുക. B ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ദി കീ 70/4 17.5 mm, അത് നമുക്ക് വേണമെങ്കിൽ 18 mm എടുക്കുക, കുഴപ്പമില്ല. ഹൈറ്റ് ഓഫ് ദി കീ ഈസ് ഈക്വൽ ടു 12 mm എന്ന് വന്നു. ഇതവിടെ നിൽക്കട്ടെ, ഇത് ഞാൻ പിന്നെ പറയാം. ഒന്ന് ജസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്യാം. ഇനി എന്താണ് നമ്പർ ഓഫ് കീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. മഫ് കപ്ലിങ്ങിൻ്റെ കേസിൽ 2 ഉണ്ടാവുക. പിന്നെ സ്പെസിഫിക്കേഷൻസ് ആണ് ഈ പറഞ്ഞ ABCDFGHI, ഇത് നിങ്ങളെല്ലാം എഴുതുക. അതൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷൻസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഷാഫ്റ്റിന് ഡയമീറ്റർ കണ്ടുപിടിച്ചു. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കീൻ്റെ കേസാണ്. അപ്പോൾ കീ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, കൺസിഡറിങ് കീ എന്ന് പറയുമ്പോൾ 2 ഉണ്ട്. അത് ഷിയർ സ്ട്രെങ്ത്തും അതേമാതിരി ക്രഷിംഗ് സ്ട്രെങ്ത്തും രണ്ടും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഡാറ്റാ ബുക്കിൽ ഉണ്ടാവില്ല, അത് ബൈഹാർട്ട് പഠിക്കുക. ടോർക്ക് ഈസ് ഈക്വൽ ടു L into B into tau into D/2, considering shear. Checking strength of the key in shear and crushing. Considering shear, T is equal to L into B into tau into D/2. അത് കീൻ്റെ ഡിസൈൻ ആണ് പറയുന്നത്. അപ്പോൾ ഈ 2 കൂടി നിങ്ങൾ കണ്ടുപിടിക്കണം, അപ്പോൾ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവും. ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് 70/235. tau means we have to find out, we have to calculate. Width of the key 18 is given, നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. L means length of the key 112. So you got 39.5 Newton per mm square 30. So here shear stress induced less than shear stress allowable. Tau induced in the value 39.5 ആണ്. Tau allowable എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 41 ആണ്. ഇവിടെ 14 എടുക്കാൻ പാടില്ല. എന്തുകൊണ്ട് കാസ്റ്റ് അയൺ എടുക്കാൻ പാടില്ല? കാരണം കീ എന്ന് പറയുന്നത് ഓൾവേസ് മെയ്ഡ് അപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ ആണ്. കീ എന്നത് കാസ്റ്റ് അയൺ കൊണ്ടല്ല ഉണ്ടാക്കുന്നത്, മൈൽഡ് സ്റ്റീൽ ആണ്. അതുകൊണ്ട് ടോ അലൗബിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മൈൽഡ് സ്റ്റീലിൻ്റെ ആണ് എടുക്കാൻ, ദാറ്റ് ഈസ് 41. അപ്പോൾ ഇത് ലെസ് ദാൻ ആയതുകൊണ്ട് ഡിസൈൻ ഈസ് സേഫ്. ഇനി ക്രഷിങ് നോക്കുക, ക്രഷിങ് കൂടി സേഫ് ആയാലും മാത്രമേ സേഫ് എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ L into T into sigma C ഇങ്ങനത്തെ ഇക്വേഷൻ ആണ്. T എന്ന് പറയുന്നത് L into H/2 നോക്കിക്കോ, H/2 into sigma C. Sigma C means crushing stress. H/2 നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 71.09 Newton per mm square കിട്ടും. ഇവിടെ H എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി 12 കിട്ടും. അപ്പോൾ 12/2 എന്ന് പറയുമ്പോൾ അത് 6 മാറും. H/2 H മീൻസ് H/2 അല്ല ഇവിടെ. അപ്പോൾ H is equal to 12 എന്ന് പറയുമ്പോൾ 12/2 6. ഈ 6 വന്ന സമയത്ത് 71ൻ്റെ വാല്യൂ ഉണ്ടല്ലോ, അത് 108 വരും ഇവിടെ. അപ്പോൾ 108ഉം 75ഉം നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് സിഗ്മ സിൻ്റെ വാല്യൂ സിഗ്മ സി is equal to സിഗ്മ ബി ആണ് ഇവിടെ വരിക. അപ്പോൾ ആ കേസിൽ 75 ആണ് വരുന്നത്. അപ്പോൾ 75നെക്കാട്ടും കൂടുതലാണ് 108 വരുമ്പോൾ ഇവിടെ ഡിസൈൻ എന്ത് ചെയ്യും, അൺസേഫ് ആവും. അപ്പോൾ ഇതിന് സേഫ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കീൻ്റെ ലെങ്ത്തിനും വീഴ്ത്തിനും ചില എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. മൊത്തം ഷാഫ്റ്റിൻ്റെ കേസിൽ ഒന്നും ചെയ്യണ്ട, കീന് മാത്രം ചില അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ കീൻ്റെ ചിത്രം നമുക്ക് 18 കിട്ടില്ല, അതായത് D/4 ആകുമ്പോഴാണ് 18 കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ Hൻ്റെ D/6 എടുത്തത്, നമ്മുടെ ജസ്റ്റ് D/6ൻ്റെ പകരം ഒരു D/4 എന്ന് എടുത്തോ, കുഴപ്പമില്ല. അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് കീൻ്റെ കേസിൽ മാത്രം. കീന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തുമ്പോൾ ഈ ഡിസൈൻ അങ്ങനെ ഒരു പ്രശ്നം വരാനും പോകുന്നില്ല. മഫ് കപ്ലിങ്ങിൻ്റെ ആ ഷാഫ്റ്റിനൊന്നും ഒരു വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. കാരണം ഷാഫ്റ്റും കപ്ലിങ്ങും ഒക്കെ പെർഫെക്റ്റ് ആയാൽ മതി. ഷാഫ്റ്റ് തന്നെ മെയിനായിട്ട്. കീന് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്താൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. സോ അതുകൊണ്ട് ഇവിടെ D/4 ഞാൻ എടുത്തു. 70/4 അപ്പോൾ 18 ഈക്വൽ ടു H. അപ്പോൾ 18/2 എന്ന് പറയുമ്പോൾ 9 ആണ് വരിക. പക്ഷെ 9 ആവുന്ന സമയത്ത് ജസ്റ്റ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ അലൗബിൾ ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ 9ഉമായിട്ട് ഞാൻ എന്ത് ചെയ്തു 10 ഇട്ടു. 10 ഇടുന്ന സമയത്ത് നമുക്ക് കിട്ടി 71.09 Newton per mm square, which is less than 75 Newton per mm square. സോ കീനെ പൊടുത്തവരേക്കും എന്തായി, ഡിസൈൻ സേഫായി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ്,
ഇനി ഈ ഡയമീറ്റർ വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ മഫ് ഫെയിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടെ നമ്മളിനി ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫോർ ദ റെഫർ ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 252 13.3b എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ നോക്കുക. പിന്നെ നമുക്കറിയാം ഇവിടെ മഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ആണ്. അതുകൂടി നമ്മൾ ഓർമ്മിക്കണം. ഇനി ഇവിടെ കാണാൻ പറ്റും ചെക്കിംഗ് ഫോർ സ്ട്രെങ്ത് ഓഫ് ദി സ്ലീവ് ഓർ കപ്ലിംഗ്. നമ്മൾ കീൻ്റെ ഡിസൈൻ കഴിഞ്ഞു, ഇതിനകത്ത് കപ്ലിങ്ങിനും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ദി CI കാസ്റ്റ് ആൻഡ് മഫ് കപ്ലിംഗ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻസ് ഡാറ്റാ ബുക്കിൽ കാണാൻ പറ്റും. ഇത് എഴുതുക. ടോർക്ക് അറിയാം, 5/60 D1 അറിയാം, DO അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടോ CI. സോ ഫ്രം ദിസ് യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് ടോ ഈക്വൽ ടു 2.76 Nm², വിച്ച് നമ്മൾ കണ്ടുപിടിച്ചത് ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ്. അത് അലോവബിളിൻ്റെ കാട്ടും കുറവായതിനാൽ ഹെൻസ് ദ ഡിസൈൻ ഈസ് സേഫ് എന്ന് പറയാം. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.